ജമന്തി എന്തായി? ഡോക്ടറെ കണ്ടാ? ആ ആ ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോൾ ഒരു കാര്യം ചെയ്ത് അങ്ങ് പോന്നാൽ മതി. മരുന്നേ ഞാൻ വൈകിട്ട് വരുമ്പോൾ വാങ്ങിക്കാം. ആ പിന്നെ ഭക്ഷണം കഴിച്ചു പോന്നോട്ടാ. ആ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കും. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇമ്മാതിരി തോന്നിയ മേലെ കാണിക്കരുത്. എന്താ എന്താ നിന്റെ ഉദ്ദേശം? എന്താ ഉദ്ദേശം? നീ കണ്ടി തിന്നണതിന്റെ പറക്കണതിന്റെ ഒക്കെ വേസ്റ്റ് എന്റെ മുറ്റത്തിടാനാണോ? ആര് വേസ്റ്റ് ഇട്ടൂന്ന്? അയ്യോ, അവനൊന്നും അറിയാൻ പാടില്ല, പുണ്യാളൻ. എടി ഊണ് കഴിച്ചില്ല, ഞാൻ അവിടെ കേട്ടത്. കനക, ക്ലീറ്റോനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നീ ക്ലീറ്റോനോട് തീർത്തോളണം, അല്ലാതെ കുടുംബത്തിലുള്ള മൊത്തം ആൾക്കാരോടല്ല അതിന്റെ വേഷം കെട്ട് കാണിക്കരുത്. എന്താ നിന്റെ പ്രശ്നം? എന്താ നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായിട്ടില്ല. നീ എന്നാ ബിരിയാണിയുടെ വേസ്റ്റ് എവിടെ കൊണ്ടുവന്നായിട്ട്? ആരുടെ ബിരിയാണി എന്നത്? നീ. ഞാൻ ബിരിയാണി തിന്നിട്ടില്ല. എടാ, നുണ പറയുമ്പോ കുറച്ച് പറയണം. ആര് ബിരിയാണി തിന്നുന്നാ ഈ പറയണേ? അയ്യോ, എന്റെ മോന് ഓർമ്മയില്ല. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴത്തേന് നീ പറഞ്ഞത് എന്താ? ഞാൻ ബിരിയാണി കഴിച്ചിട്ടില്ലാന്ന്. പിന്നെ എങ്ങനെ വന്നടാ എന്റെ മുറ്റത്ത് ബിരിയാണിയുടെ വേസ്റ്റ്? അത് നിന്റെ കെട്ടിയോട് പോയി ചോദിച്ചോ. എന്റെ കെട്ടിയോൻ അതല്ല പണി. എന്റെ കെട്ടിയോൻ എന്തെങ്കിലും തിന്നണ്ടെങ്കിൽ അതിന്റെ പങ്ക് ഞങ്ങൾക്ക് തരും. എന്നോട് വഴക്കിന് നിൽക്കില്ല തങ്കം. നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി. എന്നോട് നീ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സമ്മതിച്ചാൽ നിനക്ക് എന്താ? ആരുടെ കുറ്റം ചെയ്തത്? നീ ചെയ്തതാ. ഞാൻ പോയി ചോദിച്ചോ. ആരോട് ചോദിക്കണം? നിന്നോട് ചോദിച്ചാൽ മതി. നീയാ ബിരിയാണി ഉള്ളത്. നിന്റെ ക്ലീറ്റ് അവിടെ ഇല്ലേ? അവിടെ ഇല്ലേ? എന്റെ ക്ലീറ്റോൻ അതല്ല പണി. പിന്നെ നിന്റെ ക്ലീറ്റൊക്കെ എന്താ പണി? എന്റെ ക്ലീറ്റോന് ഒരുപാട് പണി ഉണ്ടാവും. നിന്നോട് ബോധിപ്പിക്കേണ്ട കാര്യം. ആ മാങ്ങാത്തോലിയൻ എന്താടി പണി? അവൻ തന്നെ ചെയ്തിട്ടുണ്ടാ? പോയി ചോദിച്ചു നോക്ക്. ഇല്ല, മനസ്സില്ല. അവന്റെ ഭാര്യക്ക് പണി എളുപ്പാക്കാൻ വേണ്ടിട്ട് പെണ്ണാച്ചി പെങ്കോന്നൻ. ആ കൊച്ചിന് ഇഷ്ടാന്നുള്ളത് അറിയാലോ. അവളെ കാണാതെ നിനക്ക് എവിടെയെങ്കിലും കൊണ്ടൊന്ന് കളയാലോ. എന്താ കുത്ത? എനിക്ക് ഇപ്പൊ ഒരു ബിരിയാണി മേടിച്ചു കൊടുക്കാനുള്ള കഴിവില്ല. ആ എന്നാ ഞാൻ ബിരിയാണി ഒന്ന് നന്നായി. ആ അത് തന്നെ പറഞ്ഞത്. അത് എന്തിനാ എന്റെ മുറ്റത്തോണ്ടത്? നീ വെറുതെ തങ്ക എന്റെ കയ്യിൽ വാങ്ങിക്കാന്ന് കരുതട്ടാ. ആ നീ കൊറേ തരും എനിക്ക്. ആ ഒന്ന് കൈവച്ച് നോക്ക് നീ. ഞാനല്ല തങ്കം അത് കഴിച്ചതെന്ന്. ആരാ കൊണ്ടുവന്നിട്ടെന്ന് എനിക്കറിയണം. ഞാൻ ഊണ് കഴിച്ചതല്ലേ. ഞാൻ ഊണാണ് കഴിച്ചത്. വന്ന് നോക്ക്. നീയാണ് എന്നോട് പറഞ്ഞത് നിനക്ക് ഊണ് വേണ്ട, നീ ഫാസിലിനോട് ബിരിയാണി മേടിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അല്ലേ? ബിരിയാണി വാങ്ങിക്കാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് ചോറാവൻ കൊണ്ടു തന്നത്. കാര്യമെല്ലാം കഴിഞ്ഞപ്പോ നിനക്ക് ചോറാ കൊണ്ട് തന്നത് അല്ലേ? നോണയൻ പെരുങ്കളം. വെറുതെ എടാ നീ ഗുണം പിടിക്കാത്തത്. ആ ഞാൻ അത്രയും ഗുണം പിടിച്ചാൽ മതി. നീ അങ്ങനെ ചെയ്യും. നീയേ അത് ചെയ്യുള്ളൂ. നന്നായി. ആ എന്റെ സൗകര്യം. ഒരു നിലയ്ക്ക് മനുഷ്യനൊക്കെ മനസ്സമാനം തരരുത് കേട്ടോ. എവിടെയെങ്കിലും കടന്നു പോയാൽ മതി. തുപ്പടാ തുപ്പ്. ഓ ദേ വരുന്നു അടുത്തത്. ഞാൻ മേടിച്ചു വിട്ട ഭക്ഷണം നീ കഴിച്ചാ? അടുത്തൊന്നും പറ്റിയില്ല എനക്ക്? ഇല്ല കനക, ഞാൻ ഭക്ഷണം മേടിച്ചു കൊടുത്ത ഹോട്ടലില്ലേ, അവിടുന്ന് ഭക്ഷണം കഴിച്ചവർക്ക് ഫുഡ് പോയിസൺ ആയിട്ട് എല്ലാവരും ആശുപത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ജനങ്ങൾ ആ ഹോട്ടലും തല്ലി പൊളിച്ച് അവിടെ റെയ്ഡും നടക്കുകയാണ്. അപ്പൊ നിനക്കൊന്നും പറ്റിയില്ലേ? എനിക്ക് പ്രശ്നമൊന്നുമില്ലടാ. അപ്പൊ ബിരിയാണി കഴിച്ചില്ലേ നീ? ബിരിയാണിയാ? ഞാൻ ചോറല്ലേ കഴിച്ചത്. ആ ഞാൻ അവിടുന്ന് ബിരിയാണിയല്ലേ വാങ്ങിക്കൊടുത്തു വിട്ടത്? അല്ലടാ, നീ കൊടുത്തു വിട്ട ചോറാണ്. ഇല്ല കനക, നീ പ്രത്യേകം പറഞ്ഞില്ലേ ബിരിയാണി മതി. ഞാൻ ബിരിയാണിയാണ് കൊടുത്തു വിട്ടത്. ആ ചിലപ്പോ നിനക്ക് മാറിയിട്ടുണ്ടാവും. ചോറാ കഴിച്ചത്. ചോറല്ലേ? നിനക്ക് ആ ബൈജു കർത്തയല്ലേ കൊണ്ടുവന്ന് തന്നത് ബിരിയാണി? ബൈജു കർത്തയാ? ആ ഹോട്ടലിൽ നിൽക്കണ പയ്യൻ, അവന്റെ അടുത്ത് ഞാൻ കൊടുത്തു വിട്ടത് ബിരിയാണിയാണെന്നേ. അല്ലടാ, എനിക്ക് തന്നത് ക്ലീറ്റസ് അല്ലേ? എന്നെ പൊട്ടനാക്കണടാ പ്രാന്ത. അതെ, ചിക്കൻ ബിരിയാണി മേടിച്ചതിന്റെ ബില്ലല്ലേ കിടക്കണ. ബിരിയാണിയാണ് ഞാൻ കൊടുത്തു വിട്ടത്. എന്തേ മനസ്സിലായ? ഇപ്പൊ നിനക്ക് മനസ്സിലായ ആരാ ബിരിയാണി കഴിച്ചതെന്ന്? മനസ്സിലായോ ഇല്ലയോ? ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഇതുപോലെ ചാടി കളിക്കാൻ വരരുത്. ഇപ്പൊ നീ ഇത്ര നേരം ഇവിടുന്ന് പറഞ്ഞതൊക്കെ നിനക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? പറ്റടി? വെച്ചെന്നാലുണ്ടല്ലോ. ഇതെടുത്തത് വേറെ ആരുമല്ല, ഇത് അവൻ തന്നെ, ക്ലീറ്റസ്. അപ്പൊ നിനക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല ആശ്വാസം കിട്ടിക്കാണും. അതെ, ഞാൻ പോയിട്ട് വരാം. ഈ വണ്ടിക്ക് തന്നെ അവൻ ആശുപത്രിയിലോട്ട് എടുക്കേണ്ടി വരും.